ഹലോ. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ഡോക്ടർ കാർത്തിക്, സി എമ്മിൻ്റെ സ്പെഷ്യൽ ഓഫീസറാണ്. പറയൂ സർ. മാഡം, തനുജ എന്ന ഒരു കാൻഡിഡേറ്റിന് ടെക്നിക്കൽ ഇഷ്യൂ കാരണം നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല. അതിന് ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടോ അത് ഞാൻ ചെയ്തുതരാം. ദയവേത് ആ കുട്ടി എക്സാം എഴുതാൻ ഒന്ന് സഹായിക്കും മാഡം. ഇത് സി എം ആണ് പറഞ്ഞത് മാഡം. സോറി സർ, ആസ് പെർ NTA ഗൈഡ് ലൈൻസ് ഞങ്ങളെ കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഡൽഹി NTAയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സപ്പോസ് അവിടെ നിന്നും ക്ലിയറൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ എനിക്കൊരു ഇഷ്യൂ ഇല്ല സർ. അതായത് മാഡം, ഇതൊരു സ്പെഷ്യൽ കേസായി കൺസിഡർ ചെയ്ത് ആ കുട്ടിക്ക് ഒരു അവസരം നൽകും മാഡം. സി എം പറഞ്ഞിട്ടുണ്ട് അറ്റ് എനി കോസ്റ്റ് ആ കുട്ടി എക്സാം എഴുതിയിരിക്കണം. സർ, കോവിഡ് SOP ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ. ഇതിന് ശേഷം എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻസ് ആയാൽ അത് പിന്നെ ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് യു മേ കോൺടാക്ട് ഡൽഹി ഓഫീസ്. സോറി സർ. ശരി മാഡം, ഞാൻ സംസാരിക്കാം. ഓക്കെ സർ. സോമ, ആ ഇലയെല്ലാം കണ്ടിക്കാത്തടാ. അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വെട്ടാടാ. രാജാ, എവിടെ ഇലയെല്ലാം ഒരു സ്ഥലത്ത് എടുത്തിട്, നാരൊക്കെ വേറെ മാറ്റിയിട്. അത്രേ ഉള്ളൂ കുമാരേട്ടാ. എങ്കിലും എടുത്തോണ്ട് പോകാൻ എളുപ്പമുള്ളൂ. കുമാരേട്ടാ, ആ പറയോ. എന്റെ മോൾക്ക് കൊച്ചിയിൽ പരീക്ഷയുണ്ട്, ഉടനെ പുറപ്പെടണം, ഒന്ന് വായോ. അയ്യോ, പാക്ക് പറിക്കാൻ ഇപ്പൊ ആള് വന്നതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ വിട്ടിട്ട് ഞാൻ കാല് എങ്ങനെ പിടിച്ച് വരാനാ? ചോദിക്കാം, എത്ര വേണമെങ്കിലും വാടക തരാം. വൈകുന്നേരത്തിന് മുമ്പ് പോയിട്ട് വരണം, ഒന്ന് വരൂ. ചേച്ചി, കൊച്ചിയിലൊക്കെ കൊറോണ വളരെ കൂടുതലാന്നാ പറയുന്നത്. വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ ഇപ്പൊ കൊന്നു പോയിട്ട് കളയും. വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്താം. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് ചോദിക്കാം, എന്റെ മോളുടെ ഭാവി അതിലാ ഉള്ളത്. അയ്യോ, ഇതിന്റെ പണി കുളവാകുന്നാ തോന്നേ. ശരി, നിങ്ങൾ പോ, ഞാനിപ്പോ വേഗം വരാം. വരണേ, സമയമില്ല. ഞാൻ വീട്ടിനടുത്ത് തന്നെ ഉണ്ടാവും. ശരി. വേഗം വരണേ. എന്താ മനോജേ, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഏതോ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. സാർ അവിടെ നിന്ന് ഇറങ്ങിയോ? ആ, സാറ് പുറപ്പെട്ടു. അതുപോലെ വിശ്വേശ്വർ ഭട്ട് സാർ ഒരു ട്വീറ്റിട്ട് സീമിനെ ടാഗ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണോ? എന്താ അത്? നീറ്റ് എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിന് എക്സാം എഴുതാനുള്ള ചാൻസ് മിസ്സായിരിക്കുകയാണ്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം ആണെങ്കിൽ ഇന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ് സാറിന് ഉടനെ തന്നെ ഇൻഫോം ചെയ്യ്. സാറ് വന്നു തോന്നുന്നു. ആ, എങ്കിൽ പോയി പറയേ. ആ, ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. സാർ, തനുജ എന്നൊരു പെൺകുട്ടിക്ക് നീറ്റ് എക്സാം എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല സാർ. സാർ, വിശ്വേശ്വർ ഭട്ട് സാർ ട്വീറ്റ് ചെയ്ത് സീമിനെയും ടാഗ് ചെയ്തിരിക്കുകയാണ് സാർ. എന്താണ് ചെയ്തേക്കുന്നേ? സാർ, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചു. ഡൽഹി NTA ജോയിന്റ് ഡയറക്ടർ അടുത്ത് സംസാരിക്കണം സാർ. ശരി, ഓക്കെ, സംസാരിക്കാലോ. ഷുവർ സാർ. ഹലോ. നമസ്കാരം സർ. ആ, പറയൂ കാർത്തിക്. സാർ, ഒരു സ്റ്റുഡൻ്റെ പേര് തനുജ. നീറ്റ് എക്സാമിനെ കുറിച്ചൊന്ന് സംസാരിക്കണം സർ. ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഡൽഹി ഓഫീസിൽ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ സർ. അവിടെ സംസാരിച്ചിട്ട് ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് CM സാറിനോട് സംസാരിക്കാം. ഓക്കെ സർ. താങ്ക് യു സർ. ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു, എന്താന്ന് നോക്ക്. എന്ത് പെണ്ണാ നീ? ഹലോ. നമസ്കാരം. നമസ്കാരം സർ. തനിജയുടെ അമ്മയല്ലേ? അതെ സർ. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. എൻ്റെ പേര് ഡോക്ടർ സുധാകർ. ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ പ്രാവശ്യം തനുജ ഉറപ്പായിട്ടും എക്സാം എഴുതും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ പ്രൊസീജിയറിനനുസരിച്ച് ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗുഡ് ന്യൂസ് ഇപ്പോൾ എത്തും. അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയൂ. നിങ്ങൾ വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത് സർ. താങ്ക്സ് സർ. അവിടെ ഉണ്ടോ തനുജ? അവിടെ ഉണ്ടോ? ആ സർ, ഇവിടെ തന്നെയുണ്ട്. ദാ കൊടുക്കാം. മോളെ, സുധാകർ സാറാ ഫോണില്. ഹലോ സർ. എന്താ മോളെ തനുജ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു സർ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. ഞാൻ
രീതിയിൽ സംസാരിച്ച് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നീ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട, റിലാക്സ് ആയിരിക്കും കേട്ടോ. എല്ലാം ഞാൻ നോക്കിക്കോളാം. യെസ് സർ. നീ സമാധാനമായിട്ട് വാ. നിന്റെ ട്രാൻസ്പോർട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നീ വന്ന് എക്സാം എഴുതണം. ഈ പ്രാവശ്യം നീ ടോപ്പറായി വരുമല്ലോ അല്ലേ? യെസ് സർ. നിനക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? നിനക്ക് ഡോക്ടറാണോ എന്നല്ലേ നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ? യെസ് സർ. ഗുഡ്. മെഡിക്കൽ സീറ്റ് ഉറപ്പായിട്ടും നീ അച്ചീവ് ചെയ്യണം. താങ്ക് യു. പ്രകാശ്, കുറച്ച് എമർജൻസി ആയിട്ട് ട്രാൻസ്പോർട്ടിന്റെ കാര്യം മറ്റെല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കിയേ. ശരി സാർ. അതേപോലെ തന്നെ നമ്മുടെ ബഡ് സാറിനോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരേ. ഓക്കെ സാർ, താങ്ക് യു സാർ. ശരി, വേഗം പുറപ്പെടണം. റെഡിയാവ്. നീ എന്താ എപ്പോഴും ഈ ഇരിപ്പിരിക്കുന്ന? കാർ ഇപ്പൊ വരും, വേഗം റെഡിയാവ്. എന്ത് പറ്റി തനു? എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടോ? ടെൻഷനാണോ മോളെ? എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറ മോളെ. ഞാൻ വരില്ല. വരില്ല. കളിച്ചോണ്ടിരിക്കാതെ പോയി റെഡിയാവ്. ഞാൻ വരുന്നില്ല. നീ എന്താ തനു ഈ പറയുന്നേ? നിനക്ക് പരീക്ഷ എഴുതാൻ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരിക്കുക. വലിയ വലിയ ആളുകൾ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ? ഈ നേരം നോക്കി ഈ മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്നേ. മണ്ടത്തരം പറഞ്ഞത് ഞാനല്ല, നിങ്ങളാ. ഇപ്പൊ സമയം എന്താ? 8 മണിയായില്ലേ? നമ്മള് പോകാൻ പോകുന്ന ഷൊർണൂരേക്കും തൃശ്ശൂരേക്കും ഒന്നും അല്ലമ്മേ, കൊച്ചിക്കാ. നമ്മൾ ഇപ്പൊ ഇറങ്ങിയാലും നമ്മൾ എത്തുന്നതിന് മുമ്പ് എക്സാം സ്റ്റാർട്ട് ആവും. ഒരു സെക്കൻഡ് ലേറ്റ് ആയപ്പോൾ എക്സാം എഴുതാൻ സമ്മതിക്കില്ലേ അമ്മേ? കണ്ടോ, മനസ്സിലായില്ലേ? ഇതുകൊണ്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. പറ്റില്ല എന്നും പറഞ്ഞ് ഇവിടെ ഇരുന്നോണ്ടിരുന്ന ഒന്നും തന്നെ നടക്കില്ല മോളെ. ശ്രമിച്ചു നോക്കിയാലല്ലേ എന്ത് നടക്കില്ലെന്നറിയൂ. ഇന്നലെ മുതൽ ശ്രമിച്ച് എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ. എക്സാം എഴുതാൻ പറ്റോ ഇല്ലയോ എന്ന് ആലോചിച്ച് എന്റെ തല പൊട്ടിപ്പോവാ. ഹോൾ ടിക്കറ്റ് പോലും കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ കൊച്ചിക്കും പോയിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും അമ്മേ. അതിനു പകരം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം അമ്മേ. അങ്ങനെയൊന്നും പറയില്ല തനു. പ്രദീപ് സർ രാത്രി മുഴുവൻ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നോ. അദ്ദേഹത്തിനോടുള്ള മര്യാദയ്ക്ക് ഒരു പ്രാവശ്യം നമുക്ക് പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല അമ്മേ. നോക്ക്, നിങ്ങളെങ്കിലും ഒന്ന് പറ. എന്ത് പറ്റി മോളെ? നീ ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പറഞ്ഞേ. ഇതാ നോക്ക്, നീ നിന്റെ ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പറയേ. ഞങ്ങളെപ്പോലെ നീയും കൂലിപ്പണിക്ക് പോവോ? പറയേ. അതുകൊണ്ടാ പറയുന്നേ. നീ നല്ലോണം പഠിച്ച് നല്ല ജോലിക്ക് പോയാലേ അത് നിനക്ക് നല്ലതല്ലേ മോളെ? അതെ തന്നെ. നിനക്ക് പഠിക്കാൻ എന്ത് വേണമെന്ന് പറയേ, എല്ലാം ഞാൻ തന്നിരിക്കും. കൂലിയായാലും എന്തായാലും ശരി, എല്ലാം ഞാൻ ചെയ്തുതരും. വാ പോകാം. നീ റെഡിയാകും. നല്ലോണം പഠിച്ച് നീ ജീവിച്ച് കാണിക്കണ്ടേ? സത്യമല്ലേ തനു? അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ വരുന്നില്ല അമ്മേ. അയ്യോ, കാറ് വന്നല്ലോ. നീ പോയി വേഗം റെഡിയാവ. നിങ്ങളുടെ നിർബന്ധത്തിന് എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ല, മനസ്സിലാക്കമ്മേ. ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത് തനു? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ എക്സാമിന് വേണ്ടി നീ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാ. ശരി ശരി, നീ എക്സാം ഒന്നും എഴുതണ്ട, ടെൻഷൻ ആവാതെ. ഈ എക്സാമിനും നിനക്ക് ഒരു ബന്ധമില്ല. എന്നാ ഒരേ ഒരു പ്രാവശ്യം കൊച്ചിക്ക് പോയിട്ട് വരാം മോളെ. ഒരേ ഒരു പ്രാവശ്യം. പ്രദീപ് സാർ വിളിക്കണ്ടേ? മോള് തന്നെ എടുത്ത് സംസാരിക്കാൻ. നിങ്ങൾ എന്നെ തനു, സംസാരിച്ചോ? ഫോൺ എടുത്ത് നിങ്ങൾ സംസാരിക്ക് തനു. സംസാരിച്ചോ? ഞാൻ സംസാരിക്ക് തനു. തനു അങ്ങനെ തെറ്റിദ്ധരിക്കും തനു. സംസാരിക്ക് തനു. തനു സംസാരിക്ക് തനു. തനു ഞാൻ സാർ ഫോൺ വരില്ലെന്ന് ചെയ്തോണ്ടിരിക്കുക. പറഞ്ഞില്ലേ? വേഗം തന്നെ ഇറങ്ങാൻ പറയാ. വരുന്നില്ല അമ്മേ. നന്നായി ഒന്ന് ആലോചിക്കും മോളെ. തനു, അദ്ദേഹം വീണ്ടും വിളിക്കുന്നു. നീ ഒന്ന് എടുത്ത് സംസാരിക്ക. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? തനുജ വരില്ല. പോവില്ലല്ലേ? ശരി, നിന്റെ സാറിന്റെ അടുത്ത് എന്ത് പറയണോ നീ തന്നെ പറഞ്ഞോ. അമ്മേ, ഇതാ സംസാരിക്ക. ഞാൻ വരില്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. തനുജ ഞാൻ പറയുന്നത് കേൾക്ക്. സംസാരിക്കേ. തനുജ